പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 30-40 കിലോമീറ്ററോളം കേരളത്തിൻ്റെ ദൗത്യം കടന്ന് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മുത്തുലക്ഷ്മിയുടെ വീട്ടിലാണ്. മണ്ണിനോടും മലമ്പാമ്പിനോടും കാട്ടുമൃഗങ്ങളോടും പോരാടാൻ എളുപ്പമായിരുന്നു മുത്തുലക്ഷ്മിക്ക്. എന്നാൽ മനുഷ്യമൃഗങ്ങളോട് പോരാടുവാനുള്ള ശേഷി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചെമ്മണാമ്പടി മുതലമട പഞ്ചായത്തിലെ വില്ലേജ് 1 ഇപ്പം നമ്മുടെ മുൻപിലിരിക്കുന്ന ആളെ നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതായിരിക്കും. പേര് മുത്തുലക്ഷ്മി. ഈ സോറിയാസിൻ്റെയും ഈ വാതരോഗത്തിൻ്റെയും മൈഗ്രീസിൻ്റെയും ഈ ഹെയർ ഓയിലിൻ്റെയൊക്കെ രംഗത്ത് ഏറ്റവും വലിയ മരുന്ന് കണ്ടുപിടിക്കുകയും അനേക ആളുകൾ വന്ന് കണ്ട് സൗഖ്യമാകുകയും അവരുടെ മരുന്നുകൾ ലോകത്തിൽ പല ആളുകളും ഉപയോഗിച്ച് ലോകം അതിർത്തി കടന്നു പോയ പേര് പോയ ഒരാളാണ് മുത്തുലക്ഷ്മി. നമുക്ക് മുത്തുലക്ഷ്മിയോട് കുറച്ച് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ചേച്ചി, ഈ സോറിയാസിസ് ഇങ്ങനെ ഞാൻ കേട്ടു, എന്താണ് അതിൻ്റെ ഔഷധം? വനത്തിൽ നിന്ന് ലഭിക്കുന്ന ഔഷധം? തുടക്കത്തിൽ ചോദിച്ചോട്ടെ, ഈ അലമാരി വന്നിട്ട് ട്രോഫിയുണ്ട്. ഇപ്പം ചേച്ചി പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്ത് ആര് തന്ന പ്രേക്ഷകരെ ഒരു അവാർഡാണ്. ഈ അവാർഡ് കൊടുത്തത് തിരുവനന്തപുരത്തെ ലക്ഷ്മി തമ്പുരാട്ടിയാണ്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും അതിൻ്റെ കൂടുതൽ ഒരു ക്ലിനിക്ക് പോലെയോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? പക്ഷെ അത് ദൂരെ ഇത്രയും യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്ത കാരണം ഞങ്ങളിപ്പോൾ വീട്ടിലാണ് ചെയ്യുന്നത്. ആര് ചോദിച്ചാലും നമ്മളത് ചെയ്തു കൊടുക്കും. ഇപ്പം വിദേശ രാജ്യത്തും പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാവോ? അത് ഇപ്പം ഞാൻ ഈ മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് അവർ സൗഖ്യമായിട്ട് അവർ ഇന്ത്യയിൽ പുറത്ത് പോയിട്ടും അവർക്ക് നമുക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് സൗഖ്യമായിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ അവസ്ഥകളുണ്ട്, സോറിയാസ് ആയിട്ടുണ്ട്, പിന്നെ സ്കിന്ന് എന്താ നമ്മുടെ മുട്ടുവേദന ഇങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞ് അവർക്ക് ഞങ്ങൾ ഓയിലൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ അവർ വിളിച്ച് പറയും, കുടുംബത്തിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് വിളിച്ച് പറയുന്ന സമയത്ത് നമ്മളത് കൊടുത്തു വിടും. സാധാരണ വനത്തിൽ നിന്ന് മരുന്ന് എന്താ പറയുന്നത്? വനത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ വനത്തിൽ പോയി എടുക്കുന്ന സമയം കാട്ടിൽ നിന്ന് ആ മൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത്രയും പേടിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നാൽ ഇതൊക്കെ നമ്മൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് ഈ കാര്യത്തിൽ ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി എന്ത് ചോദിക്കും മുത്തുലക്ഷ്മി? ഇതിനു വേണ്ടി പറഞ്ഞാൽ എനിക്ക് ഒരു ഷോപ്പ് വെക്കണം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് ഇത്രയും അത്ഭുതകരമായ ചികിത്സ ചെയ്യുന്ന മുത്തുലക്ഷ്മിക്ക് തന്നെയല്ല, ഇപ്പം മുത്തുലക്ഷ്മിയുടെ ആവശ്യം മാത്രമല്ല, വരുന്ന ആളുകൾക്ക് ഒരു വലിയ സേവനം കിട്ടുവാനും തിരുവനന്തപുരത്തെ ഒരു കാലത്ത് രാജകുമാരിയായിരുന്ന ലക്ഷ്മി തമ്പുരാട്ടിയുടെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു അംഗീകാര പത്രം വരുന്നത് കയ്യിലിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ അതൊന്ന് കാണുകയോ അതിന് വേണ്ട അംഗീകാരം ഇതുവരെ ചെയ്തിട്ടില്ല. അത്ര വർഷമായിട്ടും അത് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും പുതിയ ഒരു ആരോഗ്യമന്ത്രി ആ കാര്യത്തിൽ ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാം. പിന്നെ കാട്ടാനകളും മറ്റ് മൃഗങ്ങൾ ശല്യങ്ങളൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടാണ്ട് കാരണം ഈ കാല ഇറങ്ങി വരും, കാട്ടിനുള്ളിലേക്ക് വന്നിട്ട് കുടിക്കണം. പിന്നെ അതിനെ തിന്നാൻ കിട്ടാണ്ടിരുന്ന ഈ റോഡ് സൈഡ് വരും, അപ്പുറത്ത് തെങ്ങൊക്കെ ഉണ്ട്, അതിൽ കൂടി ഒന്ന് മട്ടയെല്ലാം വലിച്ചെടുത്ത് തേങ്ങയൊക്കെ പൊടിച്ച് തിന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. രാത്രി ഒക്കെ പേടിച്ച് കാട്ടാന ആക്രമണത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവല്ലോ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ? തേക്കടിയിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തേക്കടി മറ്റേ തേക്കടിയല്ല, ഇല്ല, ഇവിടെ ചെമ്മണാമയിൽ ഒരു തേക്കടിയുണ്ട്. തേക്കടിയുണ്ട്. അപ്പുറം തമിഴ്നാട് കൂടി പോകുന്നതിൽ പറമ്പിക്കുളം അടുത്താണ്. ഈ 10 കൊല്ലപ്പെട്ട ചികിത്സാ രീതികളുടെ ഒരു വലിയൊരു സംരംഭം തുടങ്ങുവാൻ വേണ്ടിയുള്ള ഒരു വലിയ പാക്കേജ് ഗവൺമെൻറ്റിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് മുതലമട പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ഉത്തരം പറഞ്ഞത് ഈ ജാതി പേര് പറഞ്ഞ ഉദ്യോഗസ്ഥ, ഞാൻ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നില്ല, എന്താണ് പറഞ്ഞത്?
അത് തെരുവാക്ക് പറഞ്ഞിട്ട് ഒരു ചീത്ത ഒരു തെറി വാക്ക്, കേൾക്കാൻ കൊള്ളുകയല്ലാത്തൊരു തെറി വാക്ക് പറഞ്ഞിട്ട് അതിന് കൂടെ ചേർത്തുകൊണ്ട് ഈ ഇരവാഴ്ചകൾക്ക് വേറെ പണിയൊന്നും, ഇരവാഴ്ചകൾക്ക് വേറെ പണിയില്ല. നമ്മുടെ ജാതി സമൂഹമാണത്. അതെ, അവര് ചോദിക്കുന്ന സമയത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ എനിക്കൊന്നും പറ്റില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന മുത്തുലക്ഷ്മി എന്താ ഒത്തിരി ധനസഹായത്തിന് വേണ്ടി ചെന്നു. തീർത്ത് ശാരീരികമായ ക്ലേശത്തോടാണോ ചെന്നത്? അവിടെ ST പ്രൊമോട്ടറാണോ? മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ, നമ്മൾ ജയിപ്പിച്ച് വിട്ട വാർഡ് മെമ്പർ, അത് ഗവൺമെൻറ് അത് പരിശോധിക്കണം. വാർഡ് മെമ്പർ പോയി ഈ സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെ അതിനെല്ലാം ബില്ലുകൾ വാങ്ങിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ ഒപ്പിട്ട് തരാവാ. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് 1 മാസം 5 ദിവസമായിട്ടാണ് ഞാൻ പോയി മെമ്പറിൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്ക് പറ്റിയില്ല, മകൾക്ക് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, അതിനെ കൊണ്ടിട്ട് ഞാൻ ഈ അവസ്ഥയിലും പോയിട്ട് എവിടെയൊക്കെ കൊടുത്തിരുന്നത് എനിക്കറിയില്ല. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കാം. ഇതിന് എൻ്റെ മകൾ വേറെ അവിടെ വർക്ക് ചെയ്യുന്നവള്, അവള് വന്നിട്ട് അവിടെ ഇവിടെ ഓടിപ്പോയിട്ട് എല്ലാവരോട് ചോദിച്ചിട്ട് അങ്ങനെ പോയത്. ബില്ല് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പൈസ ഇല്ലാത്തവരെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തത്. ആ അവസ്ഥ ഇരിക്കുമ്പോൾ ഇപ്പോൾ പോയി വാങ്ങിച്ചിട്ട് എനിക്ക് ധനസഹായത്തിനുള്ളത് ഞാൻ എഴുതി തരാം ഇങ്ങനെ പറയുന്നത്. എണ്ണയില്ലേ ഈ നമ്മുടെ താളിയൊക്കെ പോലെ, അതെ, ഇപ്പൊ എണ്ണയിൽ ഇട്ട് പറഞ്ഞാൽ ഇത് നല്ല മണം ഉണ്ടാവും. പനിക്കൂർക്കയുടെ ഒരു മണം അത് അവിടെ ഉണ്ട്. പനിക്കൂർക്ക അതുണ്ട്, നമ്മുടെ ഇവിടെ ഉണ്ട്. ഇതിട്ട് എണ്ണ അങ്ങോട്ട് കാച്ചി പേനൊക്കെ ഏത് വഴി കൂടെ പോകും. അപ്പോൾ ഈരും പേനും ഒക്കെ പോകുന്ന സാധനം തലേന്ന് കേൾക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഡയാന വന്നിട്ടുണ്ട്. ശരി. ഓക്കെ. എന്തോ ചെറിയ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾ, വിളക്കെണ്ണ. ഓക്കെ. ശരി. അതെന്താ കുഞ്ഞു കുട്ടികൾക്ക്? കുഞ്ഞു കുട്ടികൾക്ക് അത് കൊടുക്കുന്ന സമയത്തിൽ വയറിളകും. പിന്നെ തടി വെക്കും. ഓക്കെ. ഇതേതാ? അശ്വഗന്ധ. അപ്പൊ ഇതില് വന്നിട്ട് അമുക്ലാഞ്ചെടി. അതെന്തൊക്കെ ഔഷധം, എന്തിനുള്ള ഔഷധമാണ്? വന്നിട്ട് നമ്മള് ഈ മാന്ത്രികങ്ങള്, പിന്നെ ഈ പശുക്കള്, ആടുകള്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, അത് ഞാൻ പറയുന്നില്ല. ഒരു ബന്ധത്തിനെ ശരി. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആട്ടിനെ മാട്ടിനെ പറഞ്ഞാൽ ഈ പാല് കറക്കണ സമയത്തില് ആ കാമ്പിൽ കൂടി ബ്ലഡും പിന്നെ എന്താണ് ആ ഒരു ഇതും കൂടി വരുന്ന സമയത്തില് ഈ അരച്ച് തേച്ചാൽ ആ കണ്ണ് ദൃഷ്ടിയിലെല്ലാതും പോകും. ശരി. വേറെ ഔഷധങ്ങൾ എവിടെ ഉള്ളത്? വേറെ അതുകൊണ്ട് പിന്നെ ഇത് ഞങ്ങൾ വരുന്നവർക്കെല്ലാം കണ്ടായിരുന്നു. ഇതെന്താ? ഇത് വന്നിട്ട് നമ്മുടെ എന്താ തൂതുവേള. അതെന്തിനുള്ള സാധനം? ഇത് നമുക്ക് ശരീരവേദന, പിന്നെ ജലദോഷം പിടിച്ച കുഞ്ഞുങ്ങൾക്ക്, വലിയവർക്കും ഇതൊക്കെല്ലാം കൊടുക്കാം. രസം വെച്ച് കൊടുക്കാനുള്ളതാണ് ഈ തൂതുവേള. ഇതാ ഈ തൈ തരാം സാറിന്. തൈ അത് വേപ്പ്, ആര്യവേപ്പ് നമ്മുടെ അവിടെ. പിന്നെ ഇത് മണിത്തക്കാളി. മണിത്തക്കാളി നമ്മുടെ തക്കാളിക്കോ? മരുന്നാണോ? മരുന്ന്. നമ്മുടെ വയറ്റിൽ പുണ്ണുണ്ടെങ്കിൽ, വായിൽ പുണ്ണുണ്ടെങ്കിൽ ഇതെടുക്കാം. ലിവറിന്റെ പ്രശ്നം. ഇതെടുത്തിട്ട് പച്ചയ്ക്ക് നമുക്ക് തിന്നാം. നല്ലതാണ്. തിന്നാം. അത് തിന്നിട്ട് ആ ചാരം മിളുങ്ങാം. ചാരം മിളുങ്ങി എടുക്കും. കുഴപ്പമൊന്നുമില്ല. പുണ്ണെല്ലാം ഉണങ്ങി കിട്ടും. മുടി വളരാനുള്ള അതൊന്ന് അത്യാവശ്യം കാണിച്ച്. കൈയുണ്ണി അല്ലെങ്കിൽ മുടി വളരാനുള്ള ബ്രഹ്മി കരച്ചിലാങ്കണ്ണി പറയുന്ന മുടി വളരാനുള്ള. ഇത് ആവശ്യത്തിനുണ്ട് ഇവിടുന്ന്. അതെങ്ങനെയാ മുടി വളരാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? അതെ, ഇത് വന്നിട്ട് എണ്ണ കാച്ചിട്ട് അങ്ങനെ തേക്കാനുള്ളത്. ഇതിനുള്ളത് കുറേ ചെടികളുണ്ട്, അതൊക്കെ ഇട്ട് എണ്ണയില്ലേ ഈ നമ്മുടെ താളിയൊക്കെ പോലെ. അതെ, ഇപ്പൊ എണ്ണയിൽ ഇട്ട് പറഞ്ഞാൽ ഇത് നല്ല മണം ഉണ്ടാവും. പനിക്കൂർക്കയുടെ ഒരു മണം. അത് അവിടെ ഉണ്ട്. പനിക്കൂർക്ക അതുണ്ട്, നമ്മുടെ ഇവിടെ ഉണ്ട്. ഇതിട്ട് എണ്ണ അങ്ങോട്ട് കാച്ചി പേനൊക്കെ ഏത് വഴി കൂടെ പോകും. അപ്പൊ ഈരും പേനും ഒക്കെ പോകുന്ന സാധനം. തലേന്ന് കേൾക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഡയാന വന്നിട്ടുണ്ട്. ശരി. ഓക്കെ. രശ്മി, ഇതെന്താന്ന് പറഞ്ഞേ? നമ്മള് തമിഴില് പറയും കരുഊമത്തൻ പറയും. മലയാളത്തില് കരുമ്മത്തൻ പറയും.
മുള്ളുകളാണ്. ഇത് ഒരു വിഷ ചെടിയാണ്, പക്ഷെ ഇതിനെ ശുദ്ധീകരിച്ച് എടുത്തിട്ട് മരുന്നിനൊക്കെ യൂസ് ആക്കും. എന്നത്തിലുള്ള ഇത് പശുക്കൾക്ക് ഈ പുഴുക്കൾ ഇതൊക്കെ വന്നാൽ അത് കൊടുക്കും. ആവണക്കിൻ്റെ ഒരു വകഭേദം തോന്നുന്നു. ആവണക്കതാ ആവണക്കുണ്ടല്ലോ അവിടെ. ആവണക്ക് ഓക്കെ.